നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിത. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും വിവാഹശേഷം കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും തീരുമാനമെടുക്കാൻ തുല്യ അവകാശമുണ്ട്. രണ്ടുപേരും ഒരുപോലെ തീരുമാനിക്കുന്നതാണ് ഈ കാര്യത്തിൽ ഏറ്റവും ഫലപ്രദമായതും. അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും തുല്യമായി ശാരീരികവും മാനസികവുമായി പ്രിപ്പയർഡ് ആയതിനു ശേഷം മാത്രം പ്രഗ്നൻസിയെക്കുറിച്ച് ചിന്തിക്കുക. ശാരീരികമോ സാമ്പത്തികമോ മാനസികവുമായിട്ടുള്ള കാരണങ്ങളാൽ പ്രഗ്നൻസി ലേറ്റ് ആക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് ആദ്യമുള്ള ചിന്തയാണ് ഗർഭനിരോധന മാർഗത്തെക്കുറിച്ചുള്ളത്. ധാരാളം പ്രിക്കോഷൻസ് അവൈലബിൾ ആണ്, എങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനാണ് പലർക്കും ബുദ്ധിമുട്ടുള്ളത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഗർഭനിരോധന മാർഗമായിട്ടുള്ള ഉറകൾ തന്നെയാണ്. എന്നാൽ ഇത് പലർക്കും അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് മറ്റു മാർഗങ്ങളിലേക്ക് പോകുന്നത്. മറ്റു മാർഗങ്ങളായിട്ടുള്ള കോപ്പർട്ടി, സേഫ് ആയിട്ടുള്ള ഗുളികകൾ അവൈലബിൾ ആണ്. ആക്സിഡന്റലി ഉണ്ടാകുന്ന സെക്ഷൽ കോണ്ടാക്റ്റിൽ യാദൃച്ഛികമായി ഉപയോഗിച്ചു വരുന്ന പ്രിക്കോഷൻസ് പലപ്പോഴും പാകപ്പിഴ ഉണ്ടാക്കാറുണ്ട്. ഇത് കാരണം ഉണ്ടാകുന്ന പ്രഗ്നൻസിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാതെയോ ഉണ്ടായിട്ടുള്ള പ്രഗ്നൻസിക്ക് 72 മണിക്കൂറിനുള്ളിൽ കഴിക്കാവുന്ന ഗുളികകൾ ലഭ്യമാണ്. പക്ഷേ ഒരിക്കലും അത് സ്വന്തമായി വാങ്ങി കഴിക്കാതിരിക്കുക. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും താല്പര്യമില്ലാതെ ആക്സിഡന്റലി പ്രഗ്നൻസിയിലേക്ക് പോയി മാനസികവും ശാരീരികവുമായി അതിനെ ചൊല്ലി നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. കൂടാതെ അതിനുശേഷം അബോർഷൻ തുടങ്ങി ധാരാളം പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യവും ഇത് തന്നെയാണ്. മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഡെലിവറി കഴിഞ്ഞ് മുലയൂട്ടുന്ന അമ്മമാർക്ക് സാധാരണഗതിയിൽ പീരിയഡ്സ് ലേറ്റ് ആകാറുണ്ട്. പീരിയഡ്സ് വരുന്നില്ല എന്ന് കരുതി അവർക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത തള്ളി നീക്കാൻ കഴിയില്ല. അപ്പോഴും നിങ്ങൾ പ്രിക്കോഷൻസ് എടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. പീരിയഡ്സ് എപ്പോഴും 28 ദിവസം കൃത്യമായി വരുന്നവർക്കാണ് സേഫ്റ്റി പീരീഡ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയി ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.